ഒരു പ്രേക്ഷകൻ നമ്മോട് നേരിട്ട് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. ബാവ എന്നാണ് പേര്, എറണാകുളംകാരനാണ്. അപ്പോൾ നമുക്ക് വിളിച്ചാലോ? ഹായ് ചേട്ടാ, നമസ്കാരം. ഹലോ, നമസ്കാരം. എവിടെ നിന്നാണ്? കൊച്ചിയിൽ എവിടെയാണ്? പോയോ? ഞാൻ എറണാകുളം കോതമംഗലാണ് മെയിൻ. ആഹാ, സ്ഥലത്തിന്റെ പേര് ക്ലിയർ ആയില്ല. കോതമംഗലം. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, ബോർഡർ ആണ് ഏതാണ്ട് അല്ലേ? അതെ അതെ, വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണോ ചേട്ടന്റെ വീട്? അല്ല. നമുക്കിവിടെ ഉണ്ട്, കോതമംഗലംകാരൻ നമ്മുടെ ഡെസ്കിലും ഉണ്ട്. അതെ അതെ അതെ, സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അവിടെ മഴയുണ്ടോ ഇപ്പൊ? പ്രസിഡന്റ് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓ, തീർച്ചയായിട്ടും അതെ, അതെ. രണ്ടുപേർക്കും സുഖമാണ്, കുഴപ്പങ്ങളൊന്നുമില്ല, മുന്നോട്ട് പോകുന്നു. ചേട്ടാ അവിടെ മഴയുണ്ടോ? ഞാൻ ഇപ്പൊ ഉള്ളത് സൗദിയിൽ, ജിദ്ദയിലാണ്. അത് ശരി, ചേട്ടൻ അത് പറയണ്ടേ? നമ്മളെഴുതി കോതമംഗലത്ത് നിന്നാണ് വിളിക്കുന്നതാണ്. അത് ശരി, ഇപ്പൊ സൗദിയിലാണല്ലേ? അതെ ജിദ്ദയിലുള്ളത്. ആഹാ, ഓക്കെ. ആ ചേട്ടാ, ജിദ്ദയിൽ എന്ത് ചെയ്യുന്നു? ജിദ്ദയില് വർക്ക് ചെയ്യണ സെയിൽസ്മാൻ ആണ്. ഓക്കെ, കുറെ ആയോ അവിടെ പോയിട്ട്, സൗദിയിൽ പോയിട്ട്? അവിടെ 11 വർഷമായി. നാട്ടിലെ വാർത്തകളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ വലിയ ദുരന്തത്തിന്റെ ഒരു ആഘാതത്തിലാണ് ആകെ. ആ പുള്ളി നിങ്ങളുടെ ഇതിൽ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കണത്. രാവിലെയും വൈകുന്നേരം ഇത് തന്നെ പരിപാടി. അതെ അതെ അതെ. വലിയ സഹായം പ്രവാസികളുടെ ഒക്കെ ഭാഗത്ത് ഒരുപാട് വലിയ സഹായം ഈ മേഖലയിലേക്ക് വരുന്നുണ്ടല്ലേ അവിടുന്ന്? തീർച്ചയായിട്ടും. അതെ അതെ. നാടിനെ മിസ് ചെയ്യുമ്പോൾ നാട്ടിലെ വാർത്തകളൊക്കെ അറിയുന്നത് 24ലൂടെയാണ് അല്ലേ? അതെ തീർച്ചയായിട്ടും. നാട്ടിലാരൊക്കെയുണ്ട് ചേട്ടാ? നാട്ടില് ഇപ്പൊ ഉള്ളത് ഉമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ജ്യേഷ്ഠന്മാര് വേറെ. ശരി, ഇപ്പൊ എത്ര വർഷമായി ഗൾഫിൽ പോയിട്ട്? 11 വർഷം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇപ്പൊ നാട്ടിലേക്ക് പെട്ടെന്നുണ്ടോ? നാട്ടിൽ ഇനി അടുത്ത വർഷത്തെ പ്ലാനുള്ളൂ. അത് ശരി ശരി. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും തുടരുക നമ്മുടെ 24 കാണൽ, അത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഇപ്പൊ നല്ല ചൂടാണ്. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ മഴയൊക്കെ കാണുമ്പോ നമ്മുടെ നാട്ടിലെ മഴ മിസ് ചെയ്യുന്നുണ്ടോ? ഈ ദുരിതമൊക്കെ കണ്ടു കഴിയുമ്പോ അങ്ങനെ പറയാനും പറ്റില്ല അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ നല്ല ചൂടല്ല, അപ്പൊ അതുകൊണ്ട് മഴയുടെ വലിയ മിസ്സിംഗ് ഉണ്ട്. അപ്പോ എന്തായാലും വിളിച്ചത് നന്ദി ചേട്ടാ. അപ്പോ ഇനിയും തുടർന്ന് കാണുക നമ്മുടെ ഷോയും മറ്റെല്ലാ ബുള്ളറ്റിലും കാണുക, വേണ്ട നിർദ്ദേശങ്ങളും. അവിടെ എത്തി നോക്കിയത് ആരും ഉണ്ടല്ലോ. അത് മകളാണ്. മകളുടെ പേരെന്താണ്? ഹലോ, നൈല. ഹായ്, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു നൈല? 7ാം ക്ലാസ്സില്. നാളെ ക്ലാസ് ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അവധി. ഇപ്പൊ വെക്കേഷൻ ആണല്ലേ? ഓക്കേ ഫൈൻ. വേറൊരാളൂടെ ഉണ്ടല്ലോ. എന്താ കേട്ടില്ല? മോളുടെ പേരെന്താ? നിഹാല. നിഹാല. ഓക്കെ, നല്ല പേര്, നൈല, നിഹാല. അതെ. അപ്പൊ ശരി, അപ്പൊ അടിച്ചു പൊളിക്കുക, വെക്കേഷനൊക്കെ തകർക്ക് കേട്ടോ. അടുത്ത വർഷം നാട്ടിൽ വരുമ്പോൾ കാണാം നമുക്ക്. ഓക്കെ, ബൈ. ബാബുചേട്ടനും മക്കളുമാണ് നമ്മോട് സംസാരിച്ചത് ജിദ്ദയിൽ നിന്നും. അപ്പൊ ഒരുപാട് സന്തോഷം, നമുക്ക് മറ്റൊരു പ്രവാസിയോട് കൂടി സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ.